RMP നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുള്ള വിവിധ അപ്പീലുകളിൽ ഹൈക്കോടതി നാളെ വിധി പറയും. നാളെ രാവിലെ 10:15 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയുക. 2012 മെയ് 4 RMP സ്ഥാപക നേതാവ് ടി.പി. ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് പ്രതികൾക്ക് ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരും CPIM നേതാവ് പി മോഹൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചതിനെതിരെ കെ രമയും നൽകിയ അപ്പീലുകളിലാണ് നാളെ നിർണായക വിധി വരിക. FIR-ൽ കൃത്യമായി എത്ര പ്രതികളുണ്ടെന്ന് പറയുന്നില്ലെന്നും പലരെയും കേസിൽ പ്രതി ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് പ്രതികളുടെ വാദം. പി മോഹൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചതിന് പിന്നിൽ CPIM ഇടപെടലുണ്ടെന്ന് കെ രമയും വാദിക്കുന്നു. നാളെ രാവിലെ 10:15 ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, കൗസർ അടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീലുകളിൽ വിധി പറയുന്നത്. വടകരക്കടുത്ത് വള്ളിക്കാട് വെച്ചാണ് 2012 മെയ് 4 RMP സ്ഥാപക നേതാവ് ടി.പി. ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. CPIM വിട്ട് ഒഞ്ചിയത്ത് RMP എന്ന പാർട്ടി ഉണ്ടാക്കിയതിന്റെ പക തീർക്കാൻ CPM-കാരായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. വിചാരണയ്ക്ക് ശേഷം 2014 11 പ്രതികളെ ജീവപര്യന്ത തടവിനും ഒരാളെ 3 വർഷം തടവിനും ശിക്ഷിച്ചിരുന്നു. 36 പ്രതികളുണ്ടായിരുന്ന കേസിൽ CPIM നേതാവായ പി മോഹൻ ഉൾപ്പെടെ 24 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. 24 കൊച്ചി.